പേടിച്ചു വിറച്ച് ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങിയിട്ടുണ്ട് നെവിൻ. ആര്യനും അക്ബറും നെവിൻ ഉണ്ടാക്കിയ ഈ വള്ളിയിൽ നിന്ന് എങ്ങനെയെങ്കിലും തല ഊരണം എന്ന് വിചാരിച്ച് നമ്മുടെ പുറത്ത് ഊഞ്ഞാലില്ലേ അവിടെ നിന്ന് സ്വയമേ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു പേർ ആയി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നെവിൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഷാനവാസിക്ക അങ്ങനെ വന്ന് തട്ടിപ്പറിക്കാൻ നോക്കരുതായിരുന്നു എന്നൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് രണ്ടുപേരും. എങ്ങനെയെങ്കിലും നെവിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നെഗറ്റീവ് വരുമെന്ന് നല്ല പോലെ അവർക്കറിയാം. അപ്പൊ എങ്ങനെയെങ്കിലും സ്വയമേ വരുന്ന നെഗറ്റീവ് ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. അതായത് ഇവർ തന്നെ മേടിച്ച് വെച്ചതാണല്ലോ. നെവിന്റെ കീഴിലോട്ട് 24 മണിക്കൂറും ചെന്ന് 3 പേരും കൂടെ ത്രിമൂർത്തികളായിട്ട് ക്യാപ്റ്റൻ ഗെയിം കളിക്കാൻ പോയതാണല്ലോ. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമ്മുടെ അനീഷേട്ടൻ ഈ ആദിലയും നൂറയും അനുമോളയും ചെന്നിട്ട് വിളിക്കുന്നുണ്ട്, മക്കളെ എണീക്ക് ബാ, ദേ അവന്മാര് അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമയം ഇത്രയായി, തോന്നുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാം, ശരീരം അല്ലെങ്കിൽ പോകും എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പം ആദില, നൂറ, അനുമോള് ഇവർക്ക് 3 പേർക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്. പിന്നെ സെൽഫ് റെസ്പെക്ട് കൊണ്ട് മാത്രമല്ല അവന്മാരോടുള്ളൊരു വാശി അതുള്ളത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു, ചേട്ടാ വേണ്ട, ഞങ്ങൾ കഴിക്കത്തില്ല, അവന്മാരുണ്ടാക്കിയ സാധനം ഞങ്ങൾ കഴിക്കത്തില്ല. രാവിലെ ഞങ്ങൾ ഇതേ അട പോലെ പാസ്ത പോലെ എന്തോ ചെറുതായിട്ട് ഗോതമ്പ് വെച്ചെന്തോ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, അടുത്തത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്, ചേട്ടന് വേണമെങ്കിൽ ഞങ്ങൾ ചേട്ടനും കൂടെ വേണ്ടി ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനീഷ് എന്തായാലും അവരുണ്ടാക്കി കഴിച്ചു, സാബുമാനും കഴിച്ചിട്ടുണ്ട്. ബാക്കി അവന്മാർ 3 പേരും അല്ലേ ഉള്ളൂ. ഷാനവാസിക്ക് അടിച്ച് പുറത്താക്കിയല്ലോ അവന്മാര്. ഷാനവാസിക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും പുള്ളി തിരിച്ചു വരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നെവിൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. നെവിൻ നമ്മുടെ കിച്ചണിന്റെ അവിടെ നിന്നിട്ട് അക്ബറിനോട് പറയുന്നുണ്ട്, അക്ബർ ഇന്ന് എന്നെ ചിലപ്പോൾ പറഞ്ഞു വിടുവാണെങ്കിൽ ഫൈനൽ 5 എന്തായാലും അപ്പം ഞാൻ ഉണ്ടാവത്തില്ല, പക്ഷെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും അക്ബറിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നെവിന് നല്ല രീതിയിൽ പേടി വന്നിട്ടുണ്ട്. കൂടാതെ ബിഗ് ബോസ് നല്ല രീതിയിൽ നെവിനിട്ട് നല്ല രീതിയിൽ കൊട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന ഒരുത്തനാണ് നീ എന്ന് വരെ ബിഗ് ബോസ് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് ഇന്നലത്തെ പ്രശ്നം കൂടെ കണ്ടിട്ടായിരിക്കാം ബെഡിൽ കൊണ്ടൊന്ന് വെള്ളം ഒഴിക്കുക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാന്ന് തോന്നി. ഇതൊക്കെ ഭക്ഷണ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കുക. ഓക്കെ, ഇത്രയും നാളും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്തു, പക്ഷെ ഇപ്പോൾ അവനെ കാണിക്കുന്നതൊന്നും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എൻ്റർടൈൻമെൻ്റ് അതിനകത്ത് നമ്മൾ എടുക്കാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ തന്നെ എപ്പിസോഡിലും ഉണ്ടായിരുന്നല്ലോ, ബാക്കി എല്ലാവരും അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവന്മാർ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുമ്പം അവന്മാർ സൈഡിൽ കൂടെ നൈസായിട്ട് പാലും ബ്രെഡും ഒക്കെ കയറ്റുന്നുണ്ട്. നെവിൻ മാത്രമല്ല, കൂടെയുള്ള 2 ചേട്ടന്മാരും അവന്മാർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആര്യൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആര്യനും ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ ചില പരിപാടികളോടൊന്നും അത്ര യോജിപ്പില്ല, അക്ബറിനും യോജിപ്പില്ല. പിന്നെ എന്തിന് ഇവനെ ഇങ്ങനെ കൂടെ പിടിച്ച് എന്ത് പറഞ്ഞാലും താങ്ങി നിർത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് പിടികിട്ടുന്നില്ല. എന്നാണെങ്കിലും നെവിൻ കിച്ചൻ്റെ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു ഉത്തരവിറക്കാൻ പോവാണ്, ഇനിയും തൊട്ട് കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും കയറാം, എപ്പോൾ വേണമെങ്കിലും കയറാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ കുറച്ച് മുമ്പ് കിച്ചണിൽ നിന്നുകൊണ്ട് വലിയ ഒരു ഡയലോഗ് അടിച്ചു. പക്ഷെ അത് അവനിട്ടുള്ള പണിയാണെന്ന് അവൻ ആലോചിച്ചില്ല. അവൻ ആ സാധനം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇപ്പൊ ബിഗ് ബോസിന് തന്നെ തോന്നുന്നുണ്ടാവും എന്തിനാണ് 3 പേരെ ക്യാപ്റ്റൻ ആക്കിയെന്ന് ബിഗ് ബോസിന് തന്നെ തോന്നുന്നുണ്ടാവും എന്ന് അനീഷേട്ടൻ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസിന് ചാകരയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം 3 പേര് വന്നത് അതാക്കിയത് തന്നെ ഇടിയും പരവാസ്തോലിയും കണ്ടന്റ് ഒരുപാട് ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലാതെ ഇവന്മാരോട് മറ്റേ പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടായിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ കണ്ടന്റ് വരുന്നുണ്ട്. പക്ഷേ ഈ 3 പേര് വന്നതുകൊണ്ട് തന്നെ നെവിൻ നല്ല വൃത്തിക്ക് അങ്ങോട്ട് നെഗറ്റീവായി മാറുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നെവിനെ കൊണ്ട് പറ്റിയ പരിപാടിയൊന്നുമല്ല ക്യാപ്റ്റൻ എന്നൊക്കെ. ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്ക് എന്തോ ബിഗ് ബോസ് ഹൗസ് ഇവന്റെ പേരിൽ എഴുതി കൊടുത്തെന്നുള്ളൊരു മൂഡിലാണ് നെവിൻ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നെവിൻ ഈ ആഴ്ച തന്നെ വീട്ടിലേക്ക് വരാനുള്ളൊരു പണിയായിരിക്കും, എനിക്ക് അങ്ങനെ എന്തായാലും തോന്നുന്നത്. ജനങ്ങൾ ഇനിയും ഈ ഇത്രയും വൃത്തികേട് കണ്ടിട്ട് ജനങ്ങൾ ഇവനെ വോട്ട് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. എന്റർടൈൻമെന്റ് ഒക്കെ ഹല്ലേ എല്ലാം കൊള്ളായിരുന്നു, പക്ഷെ ഹല്ലേ പറഞ്ഞ് ഇപ്പൊ പിന്നെ നിൽക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ അധികം വൈകാതെ ഇങ്ങനെ പോരാൻ സാധ്യതകൾ കാണുന്നുണ്ട്, നമുക്ക് അറിയത്തില്ല. കാരണം എന്തോ എനിക്കൊരു സംശയം, ഇത്രയൊക്കെ വൃത്തികേട് കാണിക്കുന്ന ഒരാൾക്ക് ഇനിയും ജനങ്ങൾ എത്രയൊക്കെ എന്റർടൈൻ ചെയ്തെന്ന് പറഞ്ഞാലും വോട്ട് ചെയ്യാൻ നിൽക്കുമോ? പക്ഷെ ചിലപ്പോൾ കുറെ പേര് വോട്ട് ചെയ്യായിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടലും മുട്ടലും ഒക്കെ വന്ന് ചിലപ്പോൾ നിന്ന് പോയേക്കാം, കാരണം ഒരുപാട് കണ്ടന്റ് കൊടുത്തല്ലോ. അറിയില്ല. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, കിച്ചണിൽ ഇന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അനീഷേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നെവിൻ, അക്ബറും ആര്യനും നെവിൻ ഈ ഡയലോഗ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ബീം ബാഗിൽ ഇരിപ്പുണ്ട് കിച്ചണിൻ്റെ അപ്പുറയായിട്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആര്യൻ പറയുന്നുണ്ട്, ഇവൻ എന്താ ഈ പറയുന്നത്, ഇവനെന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ആര്യൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇവൻ എന്നിട്ട് ഇവരുടെ അടുക്കലോട്ട് വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആര്യനും അക്ബറും കൂടെ
ഇവനോട് സംസാരിക്കുന്നുണ്ട്. എടാ നീ എന്തോ ഈ പറയുന്നത്, അപ്പൊ തോന്നിയ പോലെ എല്ലാവർക്കും കയറി ഉണ്ടാക്കാന്നാണോ, അങ്ങനെയൊക്കെ എന്തുവായി ചെയ്യുന്നത്, നീ ഞങ്ങളോട് ചോദിക്കേണ്ടതെന്നൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നെവിനോട് ഇരുന്ന് പറയുന്നു, അയ്യേ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. പ്ലേറ്റ് വീണ്ടും മാറ്റി. ഇവൻ ഒരു സ്റ്റാൻഡ് ഇല്ല, കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി. പ്രത്യേകിച്ച് ഷാനവാസ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് നെവിൻ സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി, പേടിച്ചു പോയി നെവിൻ. ബിഗ് ബോസും എടുത്തിട്ട് നല്ല റോസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ്റെ കിളി പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവിൻ ഷാനവാസ് എവിടെയാണോ വീണത്, അല്ലെങ്കിൽ എവിടെയാണോ നെവിനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് പോയത്, ആ സെയിം സ്ഥലത്ത് കുറച്ച് മുമ്പ് നമ്മുടെ ആര്യൻ തലയും കുത്തി വീഴുന്നതൊക്കെ കണ്ടു. നീ തോന്നുന്നു അവിടെ പാല് വീണ് കിടപ്പുണ്ടായിരുന്നില്ല, അപ്പോൾ അനീഷയുടെ വന്ന് തുടച്ചായിരുന്നു, അന്ന് അനവിലക്കാണ്ട് ചവിട്ടിയതാണ്, തലയും കുത്തിയൊക്കെ അവിടെ വീണ് കിടക്കുന്നത് കണ്ടു. എന്താണെങ്കിലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദില, അനുമോള്, നൂറ, ഇവർ 3 പേരും കൂടെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട്. കുക്കിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ അവിടെ ഇരുന്നോണ്ട് പറയുന്നുണ്ട്, ഇവർ ഇപ്പറേ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ ബീം ബാഗിൽ നമ്മുടെ നെവിനും ആര്യനും അക്ബറും തൊട്ടപ്പുറം സാബുമാനും ഒക്കെ ഇരിപ്പുണ്ട്. സാബുമാൻ ഒരനക്കോ ഇല്ല, അവിടെ ഇങ്ങനെ ഇരിക്കുമോ പാവം, എന്ത് കിട്ടിയാലും കഴിക്കും, അവനെ കൊണ്ട് ഒരു ശല്യമൊന്നുമില്ല, ആർക്ക് ഒരു മൂലയ്ക്ക് കിടപ്പുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നെവിൻ അവിടെ നിന്നൊരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു, ഈ രണ്ടായിട്ട് ഒരു ഷോയിൽ വന്നിട്ട് ഈ രണ്ടായിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ വളരെ മോശമല്ലേ, വളരെ ഒരു ബാഡ് മെസ്സേജ് അല്ലേ പുറത്തേക്ക് കൊടുക്കുന്നതെന്നൊക്കെ അവൻ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടു. ഉടനെ അപ്പുറമായിരുന്നു നൂറ കിച്ചൻ്റെ അവിടെ നിന്ന്, ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മെസ്സേജ് ഒക്കെ ഞങ്ങൾ രാവിലെ കണ്ടു, നല്ല ഗുഡ് മെസ്സേജ് ആണല്ലോ നീ രാവിലെ കൊടുത്തു ജനങ്ങൾക്ക് എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഓ രാവിലത്തെ കേസ് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നു. ഉടനെ അക്ബർ പറയുന്നത്, രാവിലെ നടന്നൊക്കെ എന്തിനാ ഇപ്പോഴും പറയുന്നത് എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ രാവിലെ നടന്നത് മൊത്തം നെവിൻ ഇപ്പോൾ ഒതുങ്ങുന്നോടം വരെ കാണിച്ചുകൊണ്ടിരുന്നത് മൊത്തം നെവിൻ്റെ തെമ്മാടിത്തരം എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. അതെ, അവന് തോന്നി ഇവ 3 പേര് ക്യാപ്റ്റന്മാരായി, കിച്ചൺ ക്യാപ്റ്റൻ നെവിനായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കണം. അതാണല്ലോ ഒരു ടീമാകുമ്പം. നെവിൻ അല്ലെങ്കിൽ അക്ബർ മാത്രമല്ലല്ലോ, ഇവർ 3 പേരുണ്ട് കിച്ചൺ ടീമിൽ, 9 പേരേ ഉള്ളൂ. ഒരാൾ നിന്നാലും അത്യാവശ്യം ഉണ്ടാക്കാൻ പറ്റും. ആര്യനൊക്കെ മിക്കപ്പോഴും മാറിയിരിക്കുന്നതാണ് കാണുന്നത്, അല്ല വേറെ പ്രത്യേകിച്ച് 24 മണിക്കൂറും കിച്ചണിൽ കയറി അങ്ങോട്ട് പണിയുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പണിയെടുക്കാം ചെയ്യായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, പക്ഷെ ചെയ്തില്ല. എന്നിട്ട് പിന്നെ അതും പോട്ടെ, അവന്മാർക്ക് വിശക്കുമ്പോൾ അവന്മാർ കയറ്റുന്നുണ്ടല്ലോ, അത് അവന്മാർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ എന്താണോ അവന്മാർ കഴിക്കുന്നത്, ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നു, ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് അത് ഇച്ചിരിയും കൊടുക്കുക. അതൊന്നും ചെയ്യുന്നില്ല. അതുകൂടെ നമ്മൾ കാണണം. അതുകൂടെ കാണുമ്പോഴാണ് നെവിനോടൊരു വെറുപ്പായി തുടങ്ങുന്നുണ്ട്. എന്താണെങ്കിലും എന്നിട്ട് നെവിനോട് ഇരുന്ന് പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലെ പൊട്ടൻഷ്യനായിട്ടുള്ള 3 ക്യാപ്റ്റന്മാർ വന്നപ്പോൾ എല്ലാവർക്കും ജലസാണ് എന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു. എന്ത് പൊട്ടൻഷ്യനുള്ള പൊട്ടന്മാരായിട്ടുള്ള ക്യാപ്റ്റന്മാരെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നെവിൻ പിന്നെ വിട്ടു, നെവിനെ തട്ടി മാറ്റി. അക്ബറും ആര്യനും എവിടേക്കോ ഇച്ചിരി ഉള്ളിലൊരു തട്ടലുണ്ട്, ഇവൻ്റെ കൂടെ പണി വരും. അതാണ് ഇന്നലത്തെ അനുമോളുടെ മറ്റേ ബെഡിൽ വെള്ളം ഒഴിച്ച കേസിൽ പോലും അക്ബർ പറയുന്നത്, ഇതിൻ്റെ പണി വരുന്നതൊക്കെ നീ അങ്ങ് മേടിച്ചോണം എന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഗെയിമാണെന്നുള്ളൊരു കാര്യം നെവിൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു അനുമോളെ ചൊറിയുക, രാവിലെയും അനുമോളെ കൊണ്ട് പാത്രം കഴിപ്പിക്കാനുള്ള അവൻ്റെ ഒരു ത്വരയായിരുന്നു ലാസ്റ്റ് ഷാനവാസ് ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. മനസ്സിലായില്ലേ? ലാലേട്ടൻ എന്താണെങ്കിലും വെറുതെ അങ്ങ് നെവിനെ ഈ ആഴ്ച വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിച്ച് കീറേണ്ട അത്യാവശ്യം പുറത്തേക്ക് വരുമോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും ഒരു കൊട്ടു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം നെവിൻ്റെ കുടുംബക്കാരുടെ വകയാണ് ബിഗ് ബോസ് എന്നുള്ളൊരു സ്വയം ഒരു തോട്ട് നെവിന് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ പേടി വന്നു. പേടിക്കുക ഇൻ ദ സെൻസ് നെവിൻ അവിടെ നിന്ന് പോരുന്നതുകൊണ്ട് മാത്രമല്ല, പുറത്തിറങ്ങുക എന്നുള്ളൊരു കാര്യത്തിൽ നെവിന് അധികം പേടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ പുറത്ത് നെവിൻ എന്തായിരിക്കും, കല്ലേറ് കിട്ടുമോ എന്നുള്ളൊരു പേടി നെവിന് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ അക്ബറും ആര്യനും പുറത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. നെവിനെ ആ സമയത്ത് കാണുന്നില്ല. അവരവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് അക്ബർ പറയുന്നു, എടാ എനിക്ക് ശ്വാസം എടുക്കുമ്പോൾ രാവിലെ ഷാനവാസ് വീണല്ലോ, അപ്പം അതിനുശേഷം അതിൻ്റെ ആ ഒരു ടോപ്പിക്കൊക്കെ സംസാരിക്കുന്നതാണ് ഇപ്പോഴാണ് പറയുന്നത്. കാരണം ഇവന്മാരെയും ഈ ആര്യനും അക്ബറും ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്ത് ഷാനവാസിനെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അടുപ്പിക്കുന്നില്ല അനുമോളൊന്നും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നീ കൊല്ലാൻ ശ്രമിക്കുകയല്ലാതെ ഒരു ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് ശ്വാസം എടുക്കുമ്പോൾ ഫുള്ള് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് ആര്യം മോനെ. ഉടനെ ആര്യം പറയുന്നുണ്ട്, എടാ നീ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കില്ലേ രാവിലെ ഷാനവാസിക്ക്. എന്നിട്ട് ഈ ഒരു ഡയലോഗ് പറയുന്നതിന് മുന്നേ ഷാനവാസിനെ പറ്റിയിട്ടാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ഷാനവാസിന് എന്തായി കാണും, ഇന്ന് വരുമല്ലേ, ലൈക്ക് ഷാനവാസെ കെയർ ചെയ്യുന്ന കണക്ക് രണ്ടുപേരും കൂടെ സംസാരിക്കും. അത് കെയറും അല്ല ഒരു തേങ്ങയല്ലെന്ന് എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ മനസ്സിലായത്. കാരണം അവർക്ക് ഇഷ്ടത്തിൻ്റെ പുറത്തൊന്നും അല്ല. ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നെവിന് മുട്ടം പണി കിട്ടും. കൂട്ടത്തിൽ ഇവന്മാർ രണ്ടുപേരും ഈ താങ്ങിക്കൊടുക്കുന്നവന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവന്മാർക്കും അത്യാവശ്യം നെഗറ്റീവ് വരുമെന്ന് അറിയാം, ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ഷാനവാസ് എന്ത് പറ്റിയടാ, ഷാനവാസിന് വൈകിട്ട് വരുമല്ലേ, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്ബർ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്.
ഉടനെ ആര്യം പറയുന്നുണ്ട്, എടാ നമ്മൾ ഇവിടെ പോർട്രേറ്റ് ചെയ്യും, നമ്മളെ ഇവർ പോർട്രേറ്റ് ചെയ്യുക, അതായത് അനിമോളും ബാക്കിയുള്ളവർ നമ്മളെ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളൊരു മേർഡർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ പോർട്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അക്ബർ പറയുന്നു, ആ ശരിയാടാ, കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ അവർ പറയുന്നത്, ജനങ്ങളുടെ മുമ്പിൽ ഇവർക്ക് നമ്മളെ നെഗറ്റീവ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നുണ്ട്, എടാ നെവിൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്, നെവിൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, കാരണം ഷാനവാസിനെ അതുപോലെ അവൻ എറിയരുതായിരുന്നു, പക്ഷേ ഷാനവാസ് അത് തട്ടിപ്പറിക്കാൻ വന്നുകൊണ്ടല്ലേ അവൻ മുഖത്തോട്ട് എറിഞ്ഞതും വലിച്ചെറിഞ്ഞതും ഒക്കെ എന്നൊക്കെ ഇവൻ വളരെ കൂളായിട്ട് അക്ബർ പറയുന്നത് കേട്ടു. ഷാനവാസ് തട്ടിപ്പറിക്കാൻ വന്നുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഞാൻ ഒരു കാര്യം ആലോചിച്ചു, കഴിഞ്ഞ ദിവസം രാത്രി മറ്റേ അനിമോൾ ഫുഡ് ഉണ്ടാക്കിയത് ദിവസം നെവിൻ മറ്റേ പുറകെ പോയി തട്ടിപ്പറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവൻ്റെയൊക്കെ വായിക്കാത്ത പഴം പുഴുങ്ങി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ. അല്ല, അതിന് കുറ്റം പറഞ്ഞതാ, അനിമോൾ ഉണ്ടാക്കിയ ഭക്ഷണം അവൾ സ്വയം തിന്നു എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ ടീം അക്ബർ. അപ്പോൾ ഇവന് മനസ്സിലായില്ലേ അനിമോളെ തട്ടിപ്പറിക്കാൻ തന്നുകൊണ്ടാണ് അനിമോൾ അത് ചെയ്തതെന്ന്? അന്ന് ഇവൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, ഇവൻ ഇപ്പം ഇത് പറയുന്ന കേട്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്. അന്ന് അനിമോളെ ഇവൻ കുറ്റം പറഞ്ഞു, ഇന്ന് നെവിൻ തട്ടിപ്പറിക്കാൻ വന്നുകൊണ്ടാണ് വലിച്ചെറിഞ്ഞത്. പിടികിട്ടിയില്ല നിങ്ങൾക്ക്? അപ്പൊ ഇവന്മാർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവിടെ ഗ്രൂപ്പിസം നടക്കുന്നുണ്ട്, ഗ്രൂപ്പിസം. അനീഷേട്ടൻ ഗ്രൂപ്പ് കളിക്കുകയാണെന്നൊക്കെ രാവിലെ ഇരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാരപ്പം കളിക്കുന്ന വേറെ വല്ലതും ആണോ? ഗ്രൂപ്പിസം അല്ലേ? അല്ല, എനിക്ക് ലിറ്ററലി തോന്നി അനിമോളുടെ കേസിൽ നിന്ന് തട്ടിപ്പറി കിടന്നപ്പോഴത്തേക്ക് അത് അനിമോൾ കരുതിക്കൂട്ടി ഞങ്ങൾക്കും കൂടെ അവർക്കും ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതെടുത്ത് അവൾ സ്വന്തമായിട്ട് തിന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ റൈസ് ചെയ്തവനാ. ഇന്ന് നെവിൻ അവൻ തട്ടിപ്പറിക്കാൻ ഷാനവാസ് വന്നപ്പോഴത്തേക്ക് വലിച്ചെറിഞ്ഞത് അത് വലിയ കുറ്റമല്ല, അത് ഷാനവാസ് തട്ടിപ്പറിക്കാൻ വന്നുകൊണ്ടാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇവിടെ ഗ്രൂപ്പ് കളി ആയിക്കോട്ടെ, ഗ്രൂപ്പ് കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, പക്ഷേ ഈ നെവിൻ ഇന്ന് എങ്ങനെ വേണമെങ്കിലും അവർക്ക് കളിക്കാം, അതിനകത്തൊന്നും ഒരു തെറ്റില്ല. പക്ഷെ നെവിൻ ഇന്ന് കാണിച്ചത് പോക്രിത്തരം തന്നെയാണ്. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടോണ്ടാണ് പറയുന്നത്. ഇന്നലത്തെ അനിമോളുടെ മറ്റേ ബെഡിൽ വെള്ളം ഒഴിച്ചത് അത് ഞാൻ എപ്പിസോഡ് വഴി കണ്ടതാണ്. പക്ഷെ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം കിടന്നുറങ്ങി എന്ന് പറഞ്ഞു, പക്ഷെ ഉറങ്ങിയിട്ടുമില്ല പെൺകൊച്ച്. പിന്നെ മുഖത്ത് പോയി വെള്ളം തളിക്കേണ്ട കാര്യം അതുപോലും ഇല്ല. മുഖത്ത് തളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തലവഴി വെള്ളം കോരി ഒഴിക്കും ആരാണെങ്കിലും. അനിമോളത് ചെയ്തു, തിരിച്ചുടനെ വന്ന് ബെഡിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യം? ചോദ്യങ്ങൾ ഒരുപാടാണ്. നെവിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തികളോട് നമുക്ക് യോജിക്കാം. എന്തിനാ നമുക്ക്? ബിഗ് ബോസിന് തന്നെ അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്നത്തെ കേസ് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരു വീട്ടിൽ തന്നെ രണ്ടായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, അതിനകത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുമുണ്ട്, ശരിയുണ്ടോയെന്ന് ചോദിച്ചാൽ ശരിയുണ്ട്, രണ്ടും ഉണ്ട് അതിനകത്ത്. കാരണം ഇവന്മാരുടെ കൈയും കാലം പിടിച്ച് ജീവിക്കേണ്ട കാര്യം അവർക്ക് അതിനകത്തുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ അക്ബർ മാറി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, കൂടെ നെവിൻ ഇരിപ്പുണ്ട്. നെവിൻ്റെ കഥകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ബാക്കി പോയി അതൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് കൊണ്ടുതരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിനോട് മറ്റേ ഹൈപ്പ് വീഡിയോ അറിയാലോ, അതേലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.